എല്ലാവർക്കും നമസ്കാരം. അഗ്രി വണ്ടേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ബാബ സുരേഷ് സാറാണ്. നമ്മളേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ സെലിബ്രിറ്റിയുമായ നമ്മുടെ അതിഥി ബാബ സുരേഷിനോട് നമ്മുടെ പാമ്പിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. സാറ അതിഥിയാണ്. പാമ്പിനെ സാറ അതിഥി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് സാറിനൊരു പാമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം, വളരെ സന്തോഷം. അഗ്രി ഉണ്ട് ചാനൽ, യൂട്യൂബ് ചാനൽ ഇവരിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. പാമ്പിനെക്കുറിച്ചൊന്നുമല്ല എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ മുന്നിൽ ഉള്ളത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള യൂട്യൂബിൻ്റെ പ്രാധാന്യം കൂടിയത് എപ്പോഴാണെന്ന് നമ്മുടെ മലയാളികൾക്കെല്ലാം ലോകമെമ്പാടുമുള്ളവർക്ക് അറിയാം. എപ്പോഴാണെന്ന് അറിയാമല്ലോ, മറന്നു പോയിട്ടില്ലല്ലോ. 2 വർഷങ്ങൾക്ക് മുന്നെയാണ്, കൊറോണ ടൈമിനാണ് യൂട്യൂബിനെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഓരോ വീട്ടിൽ മൃഗങ്ങളും പക്ഷികളും മീനും എല്ലാ ജീവികളും നമ്മൾ അപ്പോഴാണ് കുത്തിയിരുന്ന് കണ്ടു തുടങ്ങി. സമയമോ വേറെ മാർഗ്ഗങ്ങളില്ല, വീട്ടിന് പുറത്തിറങ്ങാൻ നിയമമില്ല. പക്ഷെ ഞാൻ നല്ലതായിട്ട് ഉല്ലസിച്ചു കേട്ടോ. ഞാൻ കൊറോണ സമയത്ത് ഒരു ദിവസമൊന്നും വീട്ടിലിരുന്നില്ല, എല്ലാ ദിവസവും യാത്രയായിരുന്നു. കിറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ യാത്രയായിരുന്നു. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും അഗ്രി ഉണ്ട് ചാനലിന് ഒണ്ടേഴ്സ് ചാനൽ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. കാരണം സന്തോഷം. അപ്പോൾ അറിയാമല്ലോ, പുതിയ ചാനലാണ്. അപ്പോൾ ഇവർക്ക് അതിൻ്റേതായ പരിചയക്കുറവുകളുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മാഡത്തിൻ്റെ ചോദ്യമൊന്നും ചോദിക്കേണ്ടതല്ല, ഞാൻ തന്നെ അങ്ങോട്ട് നമ്മളെ പ്രേക്ഷകരായിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ എന്തായാലും എനിക്ക് ആദ്യം പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള ഈ വീഡിയോ കാണുന്ന അഗ്രി ഒണ്ടേഴ്സിൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സോർമൽ കുഞ്ഞുമക്കളോടും പ്രായമുള്ളവരോടും ഗുരുജനങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദയവേത് നമ്മുടെ ഈ അഗ്രി ഒണ്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനലിനെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും. കാരണം അറിയാമല്ലോ, ഒരു ചാനൽ തുടങ്ങുമ്പോൾ അവർ കുറേ മെനക്കെട്ട്, ഇപ്പോൾ ഇവർ ഇടുക്കിക്കാരാണ്. ഇടുക്കിയിൽ നിന്ന് ട്രിവാൻഡ്രത്ത് എൻ്റെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എത്ര ദൂരം യാത്ര ചെയ്ത് എത്ര മെനക്കെട്ട് ാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ നമ്മുടെ ഈ ചാനൽ എന്താ പറയുക, വാച്ച് ചെയ്യണം. ബാക്കിയുള്ള അറിയാമല്ലോ, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണമൊക്കെ പറയണം. അതൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തേക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും മാഡം എന്താണ് ചോദ്യങ്ങൾ? പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം സാറേ ഈ പാമ്പ് കടിയിൽ നിന്ന്? നല്ല കാര്യം. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ പാമ്പ് കടിയെ കുറിച്ചാണ്. ആർക്കും കടി കിട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. കാരണം കടി കിട്ടുന്നവർക്ക് മാത്രമേ കടി കിട്ടുന്നതിൻ്റെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനുഭവിക്കുന്നത്, വെന്റിലേറ്റ് കിടക്കുന്നത്, അതുപോലെ മറ്റ് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം എല്ലാവരും, എനിക്ക് വിഷമം തോന്നിയത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2 ആഴ്ചയ്ക്ക് മുന്നേ ഞാനൊരു വീട് സന്ദർശിക്കുന്നുണ്ട്. എൻ്റെ ചേങ്കോട്ടൂണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു വീട്ടിൽ ഒരമ്മ, വയസ്സായ അമ്മ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് നിന്ന് രാത്രി കുളിക്കുന്നത്. അവൻ 8 മണിയായപ്പോൾ അമ്മ കുളിക്കാനായിട്ട് പോയ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാലിലെന്തോ കടിച്ചു. അമ്മ ഓടി വീട്ടിനകത്ത് കയറി 10 മിനിറ്റ് പോലും എടുത്തില്ല. 10 മിനിറ്റ് എടുത്തില്ല, വീട്ടിൽ പോയി കുഴഞ്ഞുകൊണ്ട് അവിടെ നിന്ന് 1/2 മണിക്കൂറിനകത്ത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ട് അമ്മ മരിച്ചു. ശങ്കുരം പാമ്പിൻ്റെ കടിയായിരുന്നു. 20 മിനിറ്റായി മരിച്ചിട്ടാണ്. അപ്പോൾ 10 മിനിറ്റുള്ളിൽ ജീവിച്ചിരിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അതിലുപരി ഈ കഴിഞ്ഞ ഒരു മാസത്തിനടുത്താവുന്നു ഈ കോട്ടയം ജില്ലയിൽ ഒരു പ്രിയപ്പെട്ട സഹോദരികളെ ഒരു പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടു. അങ്ങനെ ഇഷ്ടം പോലെ പാമ്പ് കടിയുടെ എണ്ണം കൂടുന്നു, മരണം കൂടുന്നു. പാമ്പ് കടി ഇപ്പോൾ ഇന്നലെ ഈ കഴിഞ്ഞ ഈ 2024 ഡിസംബർ തീരുന്നതിന് മുന്നേ തന്നെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു വർഷം 2024 മാത്രം പാമ്പ് കടിയേറ്റ് മരണപ്പെട്ടത് 58,000 പേരാണ്. കറക്റ്റായിട്ടുള്ള കണക്കാണ്, പക്ഷേ എന്നാലും ചിലപ്പോൾ കുറച്ചുകൂടെ കൂടാം. അപ്പോൾ 58,000 പേര് മരിക്കണമെങ്കിൽ എത്ര കടികളുണ്ടാവണം, എത്ര പാമ്പ് കടി നടന്നു കാണും? ലക്ഷക്കണക്കിനാണ്. കേരളത്തിൽ തന്നെ നമുക്കറിയാം. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 1 ലക്ഷത്തിനടുത്ത് കടി കഴിഞ്ഞു. 1 ലക്ഷമല്ല, ഇപ്പോൾ എൻ്റെ മൊബൈലിൽ വന്ന പാമ്പ് കടിയിൽ തന്നെ എനിക്ക് തോന്നുന്നത്, എനിക്ക് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ കണക്കുകൾ ക്ലിയറായിട്ട് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഏകദേശം 2 ലക്ഷം 3 ലക്ഷത്തോളം കടി കേരളത്തിൽ നടന്നു. അതിൽ മരണം ഏകദേശം 100-നടുത്ത് മരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാമ്പ് കടി ഇട്ടാതിരിക്കട്ടെ. പാമ്പ് കടി അറിയാമല്ലോ, ഞാൻ എല്ലാ സ്ഥലത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയുന്ന പാമ്പ് കടി ഏറ്റവും എന്താണ് ചെയ്യുന്നത്? പാമ്പ് കടി ഏറ്റവും ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് കെട്ടുക, മുറിവുണ്ടാക്കുക, അല്ലെങ്കിൽ ബ്ലഡ് കളയുക, ഇതൊന്നുമല്ല. പാമ്പ് കടി ഏറ്റവും ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ട പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. പേടിപ്പിച്ചാൽ നമുക്ക് പേടിക്കുന്ന ഒരാൾ നമുക്കൊന്നും ചെയ്യാൻ അറിയാമല്ലോ. ലോകത്തിലെ ഏറ്റവും മാരകമായ അസുഖം എയ്ഡ്സോ പ്ലാഗോ 80 ലക്ഷത്തിന് മേലുള്ള ആൾക്കാരെ കൊന്ന, ജീവൻ അപഹരിച്ച, കൊറോണ പോലും അത്രയും കൊന്നില്ല, 80 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരുടെ ജീവൻ അപഹരിച്ച പ്ലാഗ് പോലത്തെ അസുഖങ്ങളൊന്നും അല്ല മാരകമായ അസുഖം. ഭയമാണ്. ആ പാമ്പ് കടിയേറ്റ ഭയമില്ലാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ ഓടാനോ നടക്കാനോ പാടില്ലാതെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ബ്ലേഡ് ഒപ്പിച്ചതൊന്ന് ഉപയോഗിച്ച് മുറിവുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഒരു കടി കിട്ടി, ഇപ്പോൾ കയ്യിലോ കാലിലൊക്കെ കടി കിട്ടി നമുക്ക് കടിച്ചൊക്കെ ബ്ലഡൊക്കെ കുറച്ചൊക്കെ കളയാൻ പറ്റും. അതൊന്നും എന്താ പറയുക, ഒരു ശതമാനം പോലും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് കയറോ റോപ്പ് വെച്ച് കെട്ടരുത്, പിച്ചാത്തി ഉപയോഗിച്ച് മുറിവുണ്ടാക്കരുത്, ഇതൊക്കെ മണ്ടത്തരാണ്. തുണി ഉപയോഗിച്ച് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ തുണി ഉപയോഗിച്ച് കഫിൻ്റെ വീതിക്ക് ഇതുപോലത്തെ നീളത്തിന് തുണി കയറി ഈ കഫിൻ്റെ വീതിക്ക് കടിയേറ്റിൻ്റെ മുകളിലോട്ട് കെട്ടുക, വീണ്ടും കുറച്ചുകൂടെ മുകളിലോട്ട് കെട്ടുക. കയ്യിലാണ് കടിയിട്ടാൽ തൂക്കി മുകളിലോട്ട് വെക്കരുത്, താഴോട്ട് തൂക്കിയിട്ടത് ഹാർട്ടിൻ്റെ താഴെ ഇങ്ങനെ വെച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എവിടെയായിരുന്നു കടി കെട്ടി ഇതുപോലെ റോപ്പൊന്നും ഉപയോഗിച്ച് കെട്ടാതെ നല്ല നീളമുള്ള തുണി ഉപയോഗിച്ച് കെട്ടി വീതിക്കുള്ള കെട്ടിയിട്ട് നിവർത്തിയിരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. അഥവാ അദ്ദേഹത്തിന് ശ്വാസം മുട്ടൽ എന്തെങ്കിലും വരണം, കമിഴുന്നോ മലർന്നോ കിടക്കാൻ അനുവദിക്കരുത്. ചരിച്ച് കിടത്തി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതുകൊണ്ട് വേറെ അപകടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതിനൊക്കെ പ്രാധാന്യമുള്ളത് കടി കിട്ടുന്ന പോയിന്റ്, കടി കിട്ടുന്ന സാഹചര്യം, അല്ലെങ്കിൽ കടി കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ മെയിനായിട്ട് കയ്യിൽ കുഴിയരമ്പിലൊക്കെ കടി ഇങ്ങനത്തെ ഭാഗത്ത് കടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെത്ത് വരാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെയൊക്കെയുള്ള കടി കയലിൻ്റെ പുറകിലത്തെ കടി കിട്ടി കഴിഞ്ഞാൽ ഡെത്ത് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്മൾ എത്രയൊക്കെ കൊണ്ടുപോയാലും ഇപ്പോൾ നമുക്കറിയാം ഹംബിനോസറിൻ്റെ കടിയേറ്റ് കാരണം നമ്മുടെ ഭാരതത്തിൽ ഇതുവരെ പാമ്പടി മരണമില്ല. പക്ഷേ ഇപ്പോൾ ഈ മാസം മാത്രം ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മുഴമൂക്കൻ എന്നറിയപ്പെടുന്ന പാമ്പിൻ്റെ കടിയേറ്റിട്ട് 3 പേര് മരണപ്പെട്ടു ഈ മാസം മാത്രം. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ പിഴവുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതല്ല, പറയുക തന്നെ വേണം. ട്രീറ്റ്മെൻറ്റിൻ്റെ പിഴവുണ്ടാവാം. ചിലപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ സിംറ്റംസ് കാണാൻ വൈകുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം മരണം സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കെട്ടിവെക്കുക. കയറ് വെച്ച് കെട്ടരുത്, തുണി വെച്ച് കെട്ടുക, കത്തി വെച്ച് മുറിവുണ്ടാക്കരുത്. അതൊക്കെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. പിന്നെ വൈദ്യന്മാരുടെ അടുത്ത് കൊണ്ടുപോകുന്നത് കൂടി ഉള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. പണ്ട് കാലങ്ങളിൽ വൈദ്യന്മാർ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അർപ്പണബോധമുള്ളവർ കുറവാണ്. അതിലുപരി നമുക്കറിയാമല്ലോ, നമ്മുടെ ഫുഡിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഹോർമോൺസിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അന്നത്തെ പോലെയല്ല ഇന്നത്തെ ഭക്ഷണ രീതികൾ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം നമ്മൾ ചെയ്യുക. അപ്പോൾ എപ്പോഴും നല്ലത് മോഡേൺ മെഡിസിൻ തന്നെയാണ്.